നേരെ മറിച്ച് നിങ്ങൾ ദുബായിൽ ചെല്ലും, ആ ലുലു മാളുകളിൽ നിങ്ങൾ പോയി കാർ പാർക്ക് ചെയ്യൂ. എവിടെയാണ് നിങ്ങളോട് കാർ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത്? കൊന്നാലും മേടിക്കാലെന്നാ ബൈ പറയുന്നത്. തളർന്ന് കിടക്കണം, എന്നാ പിടിച്ചോ, നിവൃത്തിയില്ലാത്ത തളർന്ന് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് 2-3 ലക്ഷം രൂപ വില വല്ലപ്പോഴും ഒരു വീൽ ചെയറൊക്കെ മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു പ്രതിവിധിയാണോ ഇത്? എന്താണ് 2 മണിക്കൂർ 20. ഇനി നേരെ നമ്മൾ ലുലുവിൻ്റെ അകത്തേക്കാണ്, ബേസ്മെൻറ്റ് പാർക്കിങ്ങിലേക്ക് എൻ്റർ ചെയ്യുക. നമ്മുടെ കാർ പാർക്കിങ്ങിന് ഒരു ഫീസ് നമ്മൾ ഈടാക്കില്ല എന്ന വിശ്വാസത്തിൽ നമ്മളിതാ മുന്നോട്ട് നീങ്ങുകയാണ്. എന്താണ് പാർക്കിംഗ് ഉണ്ടോ? 2 മണിക്കൂർ 20. 100 കണക്കിന് 1000 കണക്കിന് വാഹനങ്ങളാണ്. നമ്മൾ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് അരിയും സവാളയും ഒക്കെ മേടിക്കാൻ വേണ്ടി പോകുക. സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് വന്ന ഞങ്ങൾ ഈ തിരക്ക് കാരണം ഒന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞ് രാത്രി ഏറെ വൈകി വരാമെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. 20 രൂപ നമ്മൾ ഇപ്പോൾ കയറിയിട്ടേ ഉള്ളൂ, ഒന്നും മേടിച്ചിട്ടൊന്നുമില്ല, സാധനം ഒന്നും മേടിച്ചില്ല, പെട്ടെന്ന് കയറിയിട്ടേ ഉള്ളൂ. എന്തൊരു കഷ്ടമാണത്. മിനിമം ചാർജ് 20 റുപ്പീസ്. ഓ റെസിറ്റ് ഇതാ. ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചേട്ടൻ്റെ വീഡിയോ കണ്ട സമയത്ത് ഒരുപാട് ചിരിക്കാനുണ്ട്, എന്നാൽ അതിലേറെ ചിന്തിക്കാനുണ്ട്. അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണും. അതായത് ഈ വ്യക്തി ലുലു മോളിലും പോയി ഫോറം മാളിലും പോയി, അങ്ങനെ 2 സ്ഥലങ്ങളിലാണ് പോയിക്കുന്നതെന്ന് പറയുന്നത്. 2 സ്ഥലങ്ങളിലും പോയിട്ട് നമുക്കറിയാവുന്നതാണ് കാർ പാർക്കിംഗ് ചെയ്തതിന് ശേഷമാണ് സാധനം വാങ്ങിക്കാൻ പോയത്. ആദ്യം സാധനം വാങ്ങിക്കാത്ത ലുലു മോളിൽ നിന്ന് ഇറങ്ങിപ്പോയി, പോയ സമയത്തും 20 രൂപ കാർ പാർക്കിംഗ് അത് ഫീസായിട്ട് വാങ്ങിച്ചു അവർ. അതിനുശേഷം ആൾക്കാർ കൂടുതലായതുകൊണ്ടാണ് ഇറങ്ങിപ്പോയെന്ന് പറയുന്നത്. വീണ്ടും തിരിച്ചു വന്ന് നോക്കി ഏകദേശം 3000 രൂപയ്ക്ക് എടുത്ത് സാധനങ്ങൾ വാങ്ങിയതിന് ശേഷം വീണ്ടും തിരിച്ചു വന്നിടത്ത് വീണ്ടും പൈസ ചോദിക്കുകയാണ്. അപ്പോൾ ആ ചേട്ടൻ ഇടപെട്ടു. സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്ന കാര്യമുള്ളൂ, ഒരിക്കലും വന്നും പറ്റിയില്ല. അപ്പോഴും ഈ പറഞ്ഞ 20 രൂപ കൊടുത്തു. വീണ്ടും ചോദിച്ച സമയത്ത് ആ ഒരു ടിക്കറ്റും എടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പം ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ആത്യന്തികമായിട്ട് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഈ ഒരു സംഭവം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതും. പക്ഷേ ഇതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഫോറം മാളിൽ പോയ സമയത്ത് അവർ പറയുന്നത് അവർക്ക് പാർക്കിംഗ് ഫീയേ വേണ്ടെന്നാണ്. അപ്പോൾ 2 മോളുകളും പ്രവർത്തിക്കുന്നത് തന്നെയാണ്. 2 പേർക്ക് ഏതെങ്കിലും ഈ പറയുന്ന ഓണേഴ്സ് ഉള്ളതാണ്. നമുക്കറിയാവുന്നതാണ് ഇതിൻ്റെ ഓണേഴ്സിനെ കുറിച്ച്. അപ്പം കൊള്ള ലാഭമാണോ അത് അല്ലാത്ത ലാഭമാണോ എന്ന് അതിൽ നിന്ന് തന്നെ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലുലു മാൾ പോലൊരു സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ തന്നെ അറിയാവുന്ന കാര്യമാണ്, ഒരുപാട് ജനത്തിരക്കാണ്. അത് എല്ലാ സമയത്തും, ഇന്ന് രാത്രി കാലങ്ങളിൽ പോലും അത്രയും തിരക്കാണ്. ഒരു ദിവസത്തിൽ ഏറ്റവും കുറഞ്ഞ നമുക്കറിയാവുന്ന കാര്യമാണ് 1000 ഏറ്റവും കുറഞ്ഞതായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അത്രയും പേര് വരുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ, അതായത് ഈ പറയുന്ന 2 മണിക്കൂർ 1 മണിക്കൂറിന് അല്ലെങ്കിൽ ഏറ്റവും മിനിമം ചാർജാണ് അവർ ഈടാക്കുന്നത് 20 എന്ന് പറയുന്നത്. മണിക്കൂർ കൂടുന്നതനുസരിച്ച് 5 മണിക്കൂറൊക്കെ ആകുമ്പോൾ 50, അങ്ങനെ ഫീസ് കൂടിക്കൊണ്ടിരിക്കും. കുട്ടികളൊത്തൊക്കെയാണ് നമ്മൾ വരുന്നത്, ഒരു സിനിമയ്ക്കാണ് വരുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ചു, ഇത്ര മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തേ പറ്റൂ. അപ്പോൾ അതിനനുസരിച്ചാണ് അവർ ഈ പറയുന്ന പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് അവരുടെ കുട്ടികളെ കാണിക്കുക, അല്ലെങ്കിൽ ഭാര്യയെ കാണിക്കുക, അമ്മയും അച്ഛനും കൊണ്ടുപോയി കാണിക്കുക, ഇത്തരത്തിലുള്ള ഒരുപാട് ആഗ്രഹങ്ങളാണ് സാധാരണക്കാരന്. ഈ പറയുന്ന ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിലുള്ളൊരു വിനോദം എന്ന് പറയുന്നത് ഉണ്ടാവണമല്ലോ. അത് എല്ലാവർക്കും പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ പറ്റേണ്ട ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് വരുന്ന സമയത്ത് ഈ സ്വാഭാവികമായിട്ടും അവൻ്റെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന തരത്തിലേക്ക് ഇത്തരത്തിൽ വാങ്ങിയെടുക്കുന്ന സമയത്ത് 1000 രൂപ ഒരാളിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഏറ്റവും മിനിമം ചാർജ് ആയിട്ടുള്ള 20 വെച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ദിവസത്തിൽ അവർക്ക് കിട്ടുന്ന പാർക്കിംഗ് ഫീസ് എത്രയാണ് എമൗണ്ട് എന്ന്. മൊത്തത്തിൽ 1000 ഞാൻ വെറുതെ പറഞ്ഞൊരു കണക്കാണ്. ഇനി 20 ഞാൻ മിനിമം ചാർജ് മാത്രമാണ്, പല തോതിലാണ് വാങ്ങിക്കുന്നതെന്ന് പറയുന്നത് മണിക്കൂറിനനുസരിച്ച്. അപ്പം ഒറ്റ ദിവസത്തിൽ ഇത്രയാകുമ്പോൾ ഒരു മാസത്തിൽ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ബെനിഫിറ്റ് എത്രയാണെന്ന് ആലോചിക്കുക. ആ ബെനിഫിറ്റ് കൊണ്ട് അദ്ദേഹം കുറേ പേരെ സഹായിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് പറയേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിന് ഇവിടുന്ന് കുറേയൊക്കെ ഈടാക്കുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ ഫോറം മോളും ഇതുപോലൊരു മോള് തന്നെയല്ലേ, അപ്പോൾ അവിടെ ഈടാക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഈടാക്കുന്നു? മറ്റൊരു കാര്യം അദ്ദേഹം തന്നെ ഉന്നയിച്ച കാര്യം എന്ന് പറയുന്നത്, ദുബായിൽ മറ്റു പോകുമ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യമേ ഇല്ല എന്ന് പറയുന്നു. ഇനി നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ഇതിൻ്റെ വേറൊരു വശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെതിരെയൊക്കെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല, ചില ഈ പറയുന്ന തിയേറ്ററുകളിൽ പോകുന്ന സമയത്ത് അവിടെ ഈടാക്കാറുണ്ട്. നമുക്കറിയാം റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈടാക്കാറുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നുണ്ട്. ഇതിനെതിരെ റിയാക്ട് ചെയ്യാൻ എത്ര പേര് മുന്നോട്ട് വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാലത്ത് ഈ ഒരു കാലഘട്ടത്തിൽ 20 രൂപ നമുക്ക് ഒരുപക്ഷെ ഇല്ലെങ്കിൽ പോലും ആൾക്കാരുടെ മുന്നിൽ കുറേ നമ്മൾ ഒന്നാമത്തെ കാര്യം നല്ല സൗണ്ട് ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കും. അപ്പം കൂടെ കുടുംബവും ബാക്കി ആൾക്കാരും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് തന്നെ സ്വയം 20 രൂപയ്ക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും കിടന്ന് അലക്കുന്നത്, ഇങ്ങനൊരു സംഭവം മനുഷ്യൻ്റെ മനസ്സിലുണ്ട്. എല്ലാ മനുഷ്യരുടെയിലും എനിക്ക് തോന്നുന്നു 1-2% ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരിലും ഉണ്ട്. അതുകൊണ്ട് ചോദിക്കുന്ന പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് റിയാക്ട് ചെയ്യപ്പെടാത്തിടത്തോളം കാലം ഈ ഒരു വ്യവസ്ഥിതി തുടരുക തന്നെ ചെയ്യും. ഇനി മറ്റൊരു കാര്യം, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഹൈപ്പർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകൾ ഇതുപോലെ മോളൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ പിഴിഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഇല്ലാതാക്കിക്കൊണ്ട്
നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കച്ചവട വ്യവസ്ഥിതിയുണ്ട്. ചെറുകിട കച്ചവടങ്ങൾ നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ മോളുകളൊക്കെ വരുന്നതിന് മുന്നേ ഗ്രാമപ്രദേശങ്ങളിലായാലും പട്ടണ പ്രദേശങ്ങളിലായാലും ചെറുകിട കടകളുണ്ടായിരുന്നു. അതായത് സ്റ്റേഷനറി കടകളുണ്ടായിരുന്നു. നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടി പലവ്യഞ്ജനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്ന ഒരു കട. അപ്പം ഇത്തരത്തിലുള്ള മോളുകൾ വന്നതിന് ശേഷം നമുക്കറിയാവുന്ന കാര്യമാണ്, ഈ പറഞ്ഞ ഉപ്പ് തൊട്ട് കർപ്പൂരം വാങ്ങിക്കാൻ വേണ്ടി ഒരു കടയിൽ മാത്രം പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അവിടുന്ന് സുലഭമായിട്ട് ഇത്രയധികം സാധനങ്ങൾ കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ സമയം നമുക്ക് വിലപ്പെട്ടതാണ്. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ മോളിലൊക്കെ പോകുന്ന സമയത്ത് അവർ പറയുന്നതെന്ന് പറയുന്നത് നമ്മുടെ GST അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ എടുത്തതിന് ശേഷം കുറച്ച് ഇത്രയും എമൗണ്ടിന് വെച്ചിട്ട് കുറച്ച് പൈസ അവിടുന്ന് ഈ പറഞ്ഞ നമുക്കറിയാം, ഓരോ കസ്റ്റമേഴ്സിനും അവിടെ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ കാർഡൊക്കെ അവിടെ നിന്ന് കിട്ടും, വലിയ വലിയ കടകളിലാണെങ്കിൽ. അപ്പം അത് വെച്ചിട്ട് ആ നമ്പർ പറഞ്ഞു കൊടുത്ത് ഇത്ര രൂപ എമൗണ്ട് കുറയ്ക്കുന്നു, അങ്ങനെ കുറച്ച് ബെനിഫിറ്റ് കിട്ടുന്നെന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഇത്തരത്തെ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. മറ്റേതാണെങ്കിൽ നമ്മൾ പല പല കടകളിൽ, കുഞ്ഞു കടകളിലാകുമ്പോൾ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിട്ട് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ പല പല കടകളിൽ കയറി ഇറങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ട് വെച്ച് നമ്മൾ ഈ കടകളിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ വ്യവസ്ഥിതി അല്ലെങ്കിൽ ആ ഒരു കച്ചവട വ്യവസ്ഥിതിയെ നമ്മൾ അറിഞ്ഞോ അറിയാതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു വസ്തുത നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി അതുകൊണ്ട് തന്നെ അവരും ഈ പറയുന്ന ലോണും മറ്റു കാര്യങ്ങളും എടുത്ത് പറ്റുന്നിടത്തോളം മോഡിഫൈ ചെയ്ത് കടകളിൽ വലുതാക്കി സാധനങ്ങൾ മേടിച്ച് കൂട്ടി അങ്ങനെ കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യങ്ങളിൽ എത്ര പേര് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ റിയാക്ട് ചെയ്താലും അതിന് എന്ത് നടപടി ഉണ്ടാവുന്നു എന്നുള്ള കാര്യം മറ്റൊരു വേർഷനാണ് അതിൻ്റെ എന്ന് പറയുന്നത്. പിന്നെ 20 രൂപയല്ലേ വെറുതെ നമുക്ക് എന്തിനാണ് ചുമ്മാ അവിടെ നലയ്ക്കുന്നത് എന്നുള്ളൊരു സംഭവം. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട കാര്യം, അവരുടെ കടകൾ നിലനിൽക്കണമെങ്കിൽ അതിന് ഏത് തരത്തിലുള്ള കടയായാലും അവിടെ കസ്റ്റമേഴ്സ് വരണം. നമ്മൾ ചിലരെങ്കിലും പറയുന്നേക്കാം, ബിസിനസ് രംഗത്തിലുള്ള ആൾക്കാർ പറയുന്നേക്കാം കസ്റ്റമേഴ്സാണ് ഞങ്ങളുടെ രാജാവെന്ന്. ചുമ്മാതാണ്, വെറുതാണ് പറയുന്നത്. കസ്റ്റമേഴ്സ് രാജാവാണ്. നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ അത് ഏറ്റവും പാവപ്പെട്ടവൻ മുതൽ ഏറ്റവും പണം കൈകാര്യം ചെയ്യുന്നവർ ആയാൽ പോലും ഈ പറയുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളില്ലാതെ അവരുടെ ഈ ജീവിതചര്യ എന്ന് പറയുന്നത് മുന്നോട്ട് പോകാനാവില്ല. അപ്പം എല്ലാവരും സാധനങ്ങൾ വാങ്ങിച്ചേ പറ്റൂ. എല്ലാവരും എങ്ങനെയായാലും സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അങ്ങനെ വാങ്ങാതിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഉറപ്പായിട്ടും അടച്ചു പൂട്ടേണ്ട അവസ്ഥ തന്നെ ഉണ്ടാവും. അപ്പം നമുക്ക് തരേണ്ട ഒരു ഫെസിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ച് വാങ്ങേണ്ടല്ല, അവർ അറിഞ്ഞു തരേണ്ട ഒരു സംഭവമാണ്. അവരുടെ കടകളിലേക്ക് പർച്ചേസിങ്ങിന് ചെല്ലുന്ന സമയത്ത് അതിനുള്ള സംവിധാനം അവർക്ക് ഒരുക്കാൻ കഴിവുണ്ടെങ്കിൽ, ബാക്കിയുള്ളവരുടെ കാര്യം പറയുന്നില്ല, ചില കുഞ്ഞു കടകളിൽ അല്ലെങ്കിൽ ചെറിയ ഈ പറയുന്ന ഹൈപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴും അവർക്ക് ഈ പറയുന്ന പാർക്കിംഗ് സൗകര്യമൊന്നും കാണത്തില്ല. നമ്മൾ റോഡ് സൈഡിലോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്തിട്ട് ഇങ്ങനെ കയറുന്നതെന്ന് പറയുന്നത്, കടകളിലേക്ക് കയറുന്നത്. അവരുടെ കാര്യമല്ല പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള വലിയ വലിയ കടകൾ നടത്തുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റുകൾ നടക്കുന്ന പാർക്കിംഗ് ഫെസിലിറ്റി കൃത്യമായിട്ട് ഉള്ള ആൾക്കാരാണെന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ട കാര്യം, ഞങ്ങളുടെ കടകളിലേക്ക് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ കടയിൽ നിന്ന് സാധനം വാങ്ങാൻ വരുന്ന ഞങ്ങളുടേതായിട്ടുള്ള കസ്റ്റമേഴ്സിന് അതിനുള്ള സൗകര്യക്രമം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യസ്ഥത ഞങ്ങളുടെ തലയിലാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവണം. അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് മുക്തമാകുള്ളൂ. അത് ഉണ്ടാക്കാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ ഉണ്ടാവാത്ത ഇടത്തോളം കാലം ഇതിലൊരു മുക്തി ഉണ്ടാവില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ്, യൂസഫ് അലി സാറിനെ പോലുള്ള ആൾക്കാരാണല്ലോ ഒരുപാട് ഈ പറയുന്ന ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി. പിന്നെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പാർക്കിംഗ് ഫീസിലേക്ക് ഇടപെടുന്നില്ല, അല്ലെങ്കിൽ ഇടപെട്ടു എന്നാണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന വാർത്ത. അതിനെക്കുറിച്ച് സത്യാവസ്ഥയൊന്നും പിന്നീടൊന്നും വന്നിട്ടില്ല. അപ്പം ഇടപെടുമായിരിക്കും, അല്ലെങ്കിൽ ഇടപെട്ട് കാണും. അപ്പം അത് മാറ്റിയിട്ടുണ്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുക. കാരണം ഇതൊക്കെ നാണക്കെടുന്ന കാര്യങ്ങളാണല്ലോ. കാരണം ഇത്രയധികം ആൾക്കാർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി വെറുതെ ഒരു 20 രൂപ പാർക്കിംഗ് ഫീസ് വരുന്ന അദ്ദേഹത്തിൻ്റെ കടയെ പരിപോഷിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അദ്ദേഹം മാത്രമല്ല, നാട്ടിലുള്ള ജനങ്ങൾ തന്നെയാണ്. അപ്പം അവർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളെങ്കിലും സഹായങ്ങളും ചെയ്ത് കൊടുക്കേണ്ട അത്യന്താപേക്ഷിതമാണല്ലോ. ചില ആൾക്കാർ 20 രൂപ പോട്ടെ എന്ന് പറയും. പക്ഷേ 20 രൂപ എന്ന് പറയുന്നത് ഒരു 2 ലക്ഷം 20 രൂപ ആയി കഴിഞ്ഞാലോ എത്രയാവുമെന്ന് ആലോചിക്കുക. അപ്പം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള മൂല്യമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതിലപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്, അദ്ദേഹം ഈ പറയുന്ന ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ള, അതായത് കാർ പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ നിർത്തിയിട്ടിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നതാണ് ഏറ്റവും ഭയങ്കര എന്താ പറയുന്നത് ചിരി വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അദ്ദേഹം അറിഞ്ഞോ അറിയാതെ എന്തോ ആയിക്കോട്ടെ നിൽക്കുന്നതെല്ലാം ഹിന്ദിക്കാരാണെന്നുള്ളതാണ്. അപ്പം നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് എത്ര ലാംഗ്വേജ് തിരിയും, അല്ലെങ്കിൽ മനസ്സിലാവുന്ന എത്ര പേരുണ്ടെന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. എല്ലാ ഭാഷകളും കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ വളരെ കുറച്ച് തന്നെയാണ്, ഹിന്ദി അടക്കമുള്ള ഭാഷകൾ. അപ്പോൾ ഹിന്ദിക്കാരെ മാത്രമായിട്ട് ഈ പാർക്കിംഗ് ഏരിയയിൽ ഈ ചെയ്തിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് ചോദ്യം ചെയ്യാൻ പോലും അവർക്ക് അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഹിന്ദി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓടും എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം ഹിന്ദിയിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അവർ സംസാരിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത് അവർ സംസാരിക്കുന്നത് രണ്ട് ടോണിലായിരിക്കുമല്ലോ. നമ്മൾ കാണാപ്പാഠം പഠിച്ച് എങ്ങനെയൊക്കെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറയാൻ ശ്രമിക്കുന്നത് അവരുടെ മാതൃഭാഷ സംസാരിക്കുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഇതിനെതിരെ സംസാരിക്കാനോ ഒരവസരം പോലും ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ പാർക്കിംഗ് ഫീസ് ഇല്ലാതാവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് വലിയൊരു, ഞാൻ പറഞ്ഞില്ലേ, ചിരിപ്പിക്കുകയും അതിനോടൊപ്പം ചിന്തിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. ഇതുപോലെ ഈ ഒരു പാർക്കിംഗ് ഫീസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എത്രയോ കാര്യങ്ങൾ നമ്മൾ
പോലും അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഈടായി പോകുന്നുള്ളത് നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിച്ചാൽ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പല കാര്യങ്ങളിലൂടെ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് ചിന്തിക്കാനുള്ള ടൈമും നമുക്കില്ല, അതിനുള്ള എനർജിയും നമ്മൾ വേസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് പല പല കാര്യങ്ങളിലേക്ക് ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഓട്ടത്തിരക്കിനിടയിൽ ഇതൊക്കെ ചിന്തിക്കാൻ ഇവിടെ നിന്നാണ് മനുഷ്യർക്ക് അറിവ് അല്ലെങ്കിൽ സമയം അല്ലെങ്കിൽ സാഹചര്യം എന്ന് കൃത്യമായിട്ട് ബിസിനസ്സുകാർ ചിന്തിക്കുന്ന സമയത്താണ് അവർ ലാഭം ഉണ്ടാക്കുന്നത്.